കാണാമോ? കാണാം. സെക്കൻഡ്. കാണുന്നുണ്ടോ? യെസ്. ഷാൾ ഇട്ടിട്ടേ കഴുത്തി കുരുങ്ങി അത് മാറ്റിയത്. Good morning. Good morning, ma'am. Good morning. ശ്രീജേന ഗ്രൂപ്പിൽ ആഡ് ചെയ്തവര്? ഞാനല്ല മാം, ഷീജയായിരുന്നു. ഷീജ. ശ്രീജയാണോ? ഓക്കെ. എന്താ മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴയാ അല്ലേ? ഇവിടെയൊക്കെ നല്ല മഴയാ. മഴയോട് മഴ. എല്ലാരും ഭക്ഷണം കഴിച്ചോ? കഴിച്ചോ? എന്തൊക്കെയാണ് വിശേഷം? സുഖം? സുഖാണോ? എന്തെങ്കിലും പറയുന്ന പിള്ളേരെ. സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു മാം. സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ ക്ലാസ് എന്നാ തീരുമെന്ന് പറഞ്ഞേ? PG എന്തെങ്കിലും ധാരണയുണ്ടോ? എന്ന് കഴിയും? പറഞ്ഞില്ല. എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? സെപ്റ്റംബറിലോട്ടൊന്നും തോന്നുന്നില്ല. അതിനുമ്പ് ചിലപ്പോൾ തീരായിരിക്കും. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ലാസ്റ്റ് തീരും മിക്കവാറും കേട്ടോ എന്നാണ് തോന്നുന്നത്. ഏപ്രിൽ തുടങ്ങിയല്ലേ? 4 മാസമല്ലേ PG? 4 മാസം എന്നല്ലേ പറഞ്ഞേ? ജൂലൈ ലാസ്റ്റ് തീരും. ആഗസ്റ്റിൽ എക്സാം. സെപ്റ്റംബറിൽ കോൺവൊക്കേഷൻ. അങ്ങനെയായിരിക്കും. എടുക്കുന്ന ചാപ്റ്റർ 7 ഡിസാസ്റ്റർ. അതെ, സെപ്റ്റംബർ ആയിരിക്കും കോൺവൊക്കേഷൻ. മിക്കവാറും PDF കാണാൻ ടീച്ചർ എടുക്കുന്നുള്ളൂ. PDF എടുക്കുന്നുള്ളൂ കേട്ടോ. സെപ്റ്റംബർ 1 ഒക്കെ ആയിരിക്കുമോ? അല്ല, ജൂൺ അടുത്ത മാസം ലാസ്റ്റ് പറയാം എന്നാണ് ഡേറ്റ് എന്ന് കേട്ടോ. ലാസ്റ്റ് മുന്നേ പറയാം. നമ്മള് 6th മൊഡ്യൂൾ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 6th മൊഡ്യൂളിലെ 7th ചാപ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, ഫേസസ് സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലെ? ഫേസസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് അല്ലേ? PDF എല്ലാവരും കാണുന്നുണ്ടോ എന്ന് നോക്കിയാൽ ഒന്നുകൂടെ.
കാണുന്നില്ലേ? നോ. വെയിറ്റ്. വെയിറ്റ് ചെയ്യട്ടോ, ഒന്ന് നോക്കട്ടെ. കാണുന്നുണ്ടോ? ആ, കാണുന്നുണ്ടല്ലോ. ഓ, ഓക്കെ. യെസ്, ഏതൊക്കെ ഫേസസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഇതൊക്കെ ഫേസസ് ആണ്: പ്രീ ഡിസാസ്റ്റർ ഫേസ്, അലേർട്ട് ഫേസ്, ഇമ്പാക്ട് ഫേസ്, പോസ്റ്റ് ഇമ്പാക്ട് ഫേസ്, റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫേസ് അല്ലെ? നാലും ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. അതിൽ പ്രീ ഡിസാസ്റ്റർ ഫേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്താണ് പ്രീ ഡിസാസ്റ്റർ ഫേസിന്റെ പ്രത്യേകത? എന്താണ് പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്? റിസ്ക് അസസ്മെന്റ്സ്, പ്ലാനിങ് അല്ലെ, ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുന്ന പീരീഡ് ആണ് എന്ത്? സ്റ്റേജ് ആണ് പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, പ്രിപ്പയർ ആൻഡ് ട്രെയിനിങ് ആൻഡ് റിസ്ക് അസസ്മെന്റ്. നെക്സ്റ്റ് വൺ, അലേർട്ട് ഫേസ്. ഇത് എടുത്തായിരുന്നോ? ട്രെയിനിങ് എടുത്തായിരുന്നോ? ട്രെയിനിങ് എടുത്തിട്ടില്ലല്ലോ അല്ലെ? ട്രെയിനിങ് പറഞ്ഞു പോയെന്ന് തോന്നുന്നു അല്ലെ? എന്താണ് കൃഷ്ണേന്ദു? 3 പോയിന്റ്സ് പറഞ്ഞു. ആ, 3 പോയിന്റ്സ് ആണ് പറഞ്ഞത് അല്ലെ? യെസ്. ട്രെയിനിങ്ങിന്റെ അത്രയും ഭാഗം ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാവോ? ടീച്ചർ ഇപ്പൊ വരാമേ. ഇവിടെ തുടങ്ങി വായിക്കും. പ്രീ ഡിസാസ്റ്റർ തുടങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു. റിസ്ക് അസസ്മെന്റ് വരെയുള്ള ഭാഗങ്ങളും ഈ ട്രെയിനിങ്ങിന്റെ ആ 3 പോയിന്റ്സ് വരെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചോളൂ കേട്ടോ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഡിപ്ലോമയില്. ഒന്ന് നോക്കണേ. വരാം. ഓക്കെ, യെസ്. നമ്മുടെ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ട്രെയിനിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അല്ലെ? ഇതൊക്കെയാണ്. Training for preparedness is the key to successful dealing with disasters. The aim of training in the pre-disaster phase is to develop the skill listed below. അതായത് ഈ ഒരു പീരീഡിൽ നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? ഈ പ്രാധാന്യം എന്താണ്? അത്തരം അതായത് ഡിസാസ്റ്റർ ഫേസിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ട് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി പ്രീ ഡിസാസ്റ്റർ ഫേസിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, എന്തെല്ലാമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലനങ്ങളാണ് കൊടുക്കുന്നത്? ഒന്ന്, എഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫോറിൻ ഡിട്രൈസ്, then prompt rescue of the wounded and triage of the wounded. അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞത്? 3 പോയിന്റ്സ് അല്ലേ പറഞ്ഞത്? യെസ്. നെക്സ്റ്റ് വൺ, resuscitation and first aid for injured victim. Resuscitation and first aid for injured victims.
എന്താ പറയുന്നത്, എങ്ങനെയുള്ള ട്രെയിനിങ്സ് ആണ് ഇവിടെ പറയുന്നത്? ഇൻജേർഡ് ആയിട്ടുള്ള വ്യക്തിംസിന് അല്ലെ, പ്രത്യേകിച്ച് റീസസിറ്റേഷൻ പ്രൊസീജിയർ, ഫസ്റ്റ് എയ്ഡ് പോലെ പ്രാഥമിക ശുശ്രൂഷകൾ കൊടുക്കുന്നത് എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇൻജേർഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് അല്ലെ. യെസ്, അതുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നു. Then prepositioning of relief supplies is needed for the post-impact phase such as surgical equipment, essential medicines, blankets, tents. ഇനി മറ്റു റിലീഫ് സപ്ലൈസുകൾ അറേഞ്ച് ചെയ്യുന്ന, പ്രത്യേകിച്ച് എന്തൊക്കെയാണ് റിലീഫ് സപ്ലൈസസ് എന്ന് പറയുമ്പോൾ സർജിക്കൽ എക്യുപ്മെന്റ്സ് ആവശ്യമായിട്ട് വരാം, എസെൻഷ്യൽ മെഡിസിൻ ആവശ്യമായിട്ട് വരാം, ദെൻ ബ്ലാങ്കറ്റ്സ് ആണ്, ടെൻസ്, ഇതെല്ലാം തന്നെ എന്താണ് എസെൻഷ്യൽ ആയിട്ട് നമ്മുടെ വേണ്ട റിസോഴ്സസുകളാണ്, സപ്ലൈസസുകളാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, എവിടേക്കാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കണം, ഏതൊക്കെ രീതിയിലാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റാഫുകൾക്ക് കൃത്യമായ രീതിയിൽ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈ, എന്താണ് താൽക്കാലികമായിട്ട് നമ്മൾ ഒരു ജലവിതരണം അല്ലെ, വാട്ടർ സപ്ലൈസസ് സ്ഥാപിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് വാട്ടർ സപ്ലൈസസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓരോ ഏരിയാസിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈസ്, താൽക്കാലികമായിട്ടുള്ള ജലവിതരണം സ്ഥാപിക്കും. Then allocation of responsibility for different relief activities staffs. Allocation of responsibility for different relief activities staffs. എന്താണ് ഇനി ഓരോരുത്തർക്കും അല്ലെ ഓരോ ഏരിയാസിലേക്കും ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിവിധ ഏരിയാസിൽ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഓരോ സ്റ്റാഫുകൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, റെസ്പോൺസിബിലിറ്റീസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെ ഏതൊക്കെ ഏരിയാസിലാണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രത്യേകിച്ച് റിലീഫ് ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് നമ്മൾ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യണം. ഇതെല്ലാം തന്നെ ഏത് ഫേസസിലാണ് നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കുന്നത്? പ്രീ ഡിസാസ്റ്റർ ഫേസസിലാണ് നമ്മൾ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി കഴിഞ്ഞ മോക്ക് ടെസ്റ്റ്, ഇതിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്തിരുന്നോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ ചെയ്തിട്ട്? ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ചെയ്തിട്ട്? ക്വസ്റ്റ്യൻ ഇത്തിരി ടഫ് ആയിരുന്നോ? ഇല്ല, ചെയ്തോ നിങ്ങള്? ദൈവത്തിനറിയാം. എല്ലാവരും റെഗുലർ ആയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നില്ലേ? ചെയ്ത്, ഓക്കെ, നല്ല കുട്ടിയാണ്. യെസ്, ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് വരുമ്പോ ചോദ്യങ്ങൾ പാടാണെങ്കിൽ പിറ്റത്തെ ക്ലാസ്സിൽ കയറുമ്പോൾ ടീച്ചേഴ്സിനോട് പറയാം കേട്ടോ. ടീച്ചർ മോക്ക് ടെസ്റ്റ് വരുന്ന ചോദ്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണം, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയണം കേട്ടോ. അപ്പൊ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് തരും. യെസ്, then നെക്സ്റ്റ് നമുക്ക് നോക്കാം അലേർട്ട് ഫേസ് ആണ് കേട്ടോ. സെക്കൻഡ് ഫേസ് ആണ് ഡിസാസ്റ്ററിന്റെ അലേർട്ട് ഫേസ്. The alert phase refers to the period when a disaster is developing. The duration of the alert phase varies according to the type of disaster. For example, it is now existent for the earthquakes, short but crucial in case of hurricanes, and quite long in case of drought and famine. Okay, അപ്പൊ അലേർട്ട് ഫേസ് എന്ന് പറയുന്നത് ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. The alert phase refers to the period when a disaster is developing. അണ്ടർലൈൻ ചെയ്യാം. എന്താണ് അലേർട്ട് ഫേസ് എന്ന് പറയുന്നത്? ആ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന, ആ ഡിസാസ്റ്റർ സംഭവിക്കാൻ പോകുന്ന ഒരു ഫേസ് ആണ്, ആ പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലേർട്ട് ഫേസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ദുരന്തം ഉണ്ടാകാൻ പോകുന്ന ഘട്ടമാണ് എന്ത്? അലേർട്ട് ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. അണ്ടർലൈൻ ചെയ്യാം, ആ പോയിന്റ് ഒന്ന് പഠിച്ചിരുന്നു കേട്ടോ. അലേർട്ട് ഫേസ് refers to the period when a disaster is developing. Okay. The duration of the alert phase varies according to the type of disaster. For example, it is not existent for earthquakes. ഇനി ഈ ഒരു സമയത്ത് നമുക്കറിയാം ചില ദുരന്തങ്ങൾ, ഓരോ ഡിസാസ്റ്റേഴ്സും ഓരോന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. ഓക്കെ, നമുക്കറിയാം ഏറ്റവും പെട്ടെന്ന് നമുക്ക് അപകടം സംഭവിക്കുന്ന ഒരു ഡിസാസ്റ്റർ ഏതാണ്? ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ഡിഫിക്കൽട്ടീസ് സംഭവിക്കുന്ന ഒരു ഡിസാസ്റ്റർ ഏതായിരിക്കും? സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അപകടം സംഭവിക്കുന്നത് ഏതാണ്? ഒന്ന് എർത്ത് ആണ്, പിന്നെ ഒരെണ്ണം ഏതാണ്? മലയോര പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസം ഏതാണ്? മൗണ്ടൻ ഏരിയാസിൽ സംഭവിക്കുന്ന ഏതാണ്? ഉരുൾപൊട്ടൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്ന? ലാൻഡ് സ്ലൈഡ് അല്ലെ, ലാൻഡ് സ്ലൈഡ്. ഓക്കെ, യെസ്.
അത് രണ്ടും നമുക്ക് പെട്ടെന്ന് ഇമ്പാക്ട് സംഭവിക്കുന്ന രണ്ട് ഡിസാസ്റ്റേഴ്സ് ആണ്. പക്ഷെ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഉരുൾപൊട്ടലിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് കുറച്ചുകൂടി മുന്നിലേക്ക് എന്താണ് ഭൂകമ്പങ്ങൾ തന്നെയാണ് അല്ലെ. യെസ്, ഓക്കെ. ഇനി ഈ അലേർട്ട് ഫേസ് എന്ന് പറയുമ്പോൾ ഏത് ദുരന്തമാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ഒരു ഇന്റൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറി ദുരന്തമാണ് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു അലേർട്ട് ഫേസസിൽ അതിന്റെ എന്താ അതായത് അതിന്റെ ടൈപ്പ് അനുസരിച്ച് അതിന്റെ തരം അനുസരിച്ച് ഇപ്പൊ എർത്ത് ആണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ട്. ഓരോ ദുരന്തത്തിനും എന്താണ് അതിൻ്റെതായിട്ട് മാത്രമായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ ചില സമയത്ത് ഭൂകമ്പങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ചു നേരങ്ങൾ മാത്രമായിരിക്കും ആ തരംഗങ്ങൾ ഉണ്ടാവും അല്ലെ. ആ ഭൂചലനം സംഭവിക്കുന്നത് ചിലപ്പോ ഒറ്റയടിക്ക് തന്നെ എല്ലാം കൂടി താഴേക്ക് വീഴാം. പക്ഷെ ചില സമയത്ത് എന്താണ് കുറച്ച് സമയം കൂടുതൽ നിൽക്കാം. ചിലപ്പോ എന്താണ് ഒരു ചെറിയ ഭൂചലനം മാത്രം, അപ്പൊ ചെറിയൊരു ഇമ്പാക്ട് മാത്രം ആ സമയത്ത് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ തരം അനുസരിച്ച്, അതായത് ഭൂകമ്പത്തിന്റെ തരം അനുസരിച്ചിട്ട് ഈ ഘട്ടത്തിൽ എന്ത് വരാം, ദൈർഘ്യത്തിൽ മാറ്റം വരാമെന്നാണ്. ഓക്കെ. പിന്നെ പറയുന്നത് it is non-existent for earthquake short but crucial in case of hurricanes and quite long in case of drought and famine. ഇനി ഇവിടെ എന്താ പറയുന്നത്, ഇപ്പൊ ഭൂകമ്പത്തിന് നമുക്ക് മുന്നറിയിപ്പ് ചിലപ്പോ തരാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അലേർട്ട് തരാൻ പറ്റും, ഭൂകമ്പം എർത്തുകേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് അത്ര ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല അല്ലെ. യെസ്, പക്ഷെ മഴയോ അല്ലെങ്കിൽ മറ്റു ഫ്ലഡോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. സീസണാലിറ്റി നോക്കിയിട്ട് നമുക്ക് ഇത് സംഭവിച്ചേക്കാം എന്ന് പറയാറുണ്ട് നമ്മൾ അല്ലെ. പക്ഷെ ഭൂകമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതിന് അലേർട്ടേഷൻ കൊടുക്കുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട്. കാരണം നമ്മൾ പോലും വിചാരിക്കാത്തൊരു സമയത്താണ് അത് സംഭവിക്കുന്നത് അല്ലെ, ഭൂചലനങ്ങൾ ഉണ്ടാവുന്നത്. എന്തെങ്കിലും ഒരു സാധ്യത പറയാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഡിസാസ്റ്റർ കൂടി എന്താണ്, എർത്ത് തന്നെയാണ് കേട്ടോ. ഇനി മറ്റെന്തിനൊക്കെ നമുക്ക് കുറച്ചുകൂടി മുന്നറിയിപ്പ് നൽകാൻ പറ്റും, ഹ്യൂറിക്കെയിൻസ് ചുഴലിക്കാറ്റുകൾ അല്ലെങ്കിൽ ഡ്രോട്ട്, വരൾച്ച തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്തറിയാൻ പറ്റും, എന്തറിയിക്കാൻ പറ്റും, മുന്നറിയിപ്പ് നമുക്ക് തരാം. സുനാമി പോലുള്ള പ്രതിഭാസങ്ങളെല്ലാം അല്ലെ. ഇപ്പൊ ചുഴലിക്കാറ്റുകൾ, സുനാമി പോലുള്ള പ്രതിഭാസങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം അലേർട്ടേഷൻ കൊടുക്കാൻ പറ്റും അല്ലെ, അലേർട്ട് ആയിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി വരൾച്ച ഉണ്ടാവുന്ന സമയത്ത്, ഇപ്പോൾ ഡ്രോട്ട് പോലുള്ള സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് അതിന് നമുക്ക് എന്താണ് അലേർട്ടേഷൻ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മുന്നറിയിപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില പ്രതിഭാസങ്ങൾ കൂടിയാണ് എർത്ത് സംബന്ധിച്ച് ബാക്കിയുള്ള എല്ലാ പ്രതിഭാസങ്ങളും. ഓക്കെ. അപ്പൊ അലേർട്ട് ഫേസ് എന്ന് പറയുന്ന ദുരന്തം ഉണ്ടാകുന്ന സമയത്തുള്ള ഫേസ് ആണ് എന്താ, ഉണ്ടാകാൻ പോകുന്ന ഘട്ടമാണ് എന്താ അലേർട്ട് ഫേസ് എന്ന് പറയുന്നത് അല്ലെ. പ്രധാനമായിട്ടും ഏത് തരം ദുരന്തത്തെയാണോ, ഏത് തരം ഡിസാസ്റ്റർ ആണോ അതിന്റെ ദൈർഘ്യം അനുസരിച്ചിട്ടായിരിക്കുള്ളൂ ആ ഒരു ഫേസ് കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ അലേർട്ട് ഫേസിന് മുന്നറിയിപ്പ് കിട്ടാത്ത ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എർത്ത് ആണ്. ഓക്കെ. യെസ്, ബാക്കിയുള്ളതൊക്കെ എന്താണ്, നമുക്ക് ഏകദേശം മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ. യെസ്, അതാണ് അലേർട്ട് ഫേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദുരന്തം ഉണ്ടാകാൻ പോകുന്ന ഘട്ടം ഇതാണ് അലേർട്ട് ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്. നെക്സ്റ്റ് വൺ, അലേർട്ട് ഫേസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഇമ്പാക്ട് ഫേസ് ആണ്. ഇമ്പാക്ട് ഫേസിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇമ്പാക്ട് എന്തായിരിക്കും? ഇതിന്റെ ആഘാതം എത്രത്തോളം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെ. യെസ്, മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇമ്പാക്ട് ഫേസിൽ പൂർണ്ണമായിട്ടും വരുന്നത്. The needs of the community during this phase is dependently largely on the characteristics of the disaster and the degree of preparedness. Earthquakes, for example, are unpredictable, unexpected, and extremely deadly. By contrast, hurricanes and cyclones are usually more predictable. Impact phase എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ദുരന്തം സംഭവിക്കുന്ന സമയവും അതിന് തൊട്ട് മുമ്പുള്ള ഒരു സമയവും കൂടി മിക്സ് ചെയ്തതാണ് ഇത് ഇമ്പാക്ട് ഫേസ് എന്ന് പറയുന്നത്. ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കണം അതിന് തൊട്ട് മുൻപുള്ള ഒരു ഘട്ടവും കൂടിയാണ് ഇത് ഇമ്പാക്ട് ഫേസ്. ഒരു സംഭവം നടന്നതിന് ശേഷമുള്ള ഒരു ഘട്ടമായിരിക്കുന്നത് അതിന് ഇമ്പാക്ട്. ആ ഒരു ദുരന്തം എത്രത്തോളം നമ്മുടെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു ഫേസസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ഇതിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമ്പാക്ട് ഫേസിന്റെ നമ്മൾ എത്രത്തോളമാണോ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ നമ്മൾ അത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ, എഫക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ഓൾറെഡി ആദ്യത്തെ ഘട്ടങ്ങൾ എന്താണ് പ്രിപ്പയർഡ് ചെയ്തിട്ടുണ്ട്, ആ പ്രിപ്പയർഡ് ചെയ്തതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ അല്ലെ. അത്രത്തോളം മാത്രമേ നമുക്ക് ഇതിനെ എഫക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ. നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ
അതിനനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും എന്നാണെങ്കിൽ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പല കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ആ അറേഞ്ച്മെന്റ്സിനനുസരിച്ച് മാത്രമേ നമ്മൾ അതിനെ എഫക്ട് ചെയ്യൂ. ഒരു അറേഞ്ച്മെന്റ് ഇല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ നമ്മൾ അത് എഫക്ട് ചെയ്യും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത്, റിസ്കുകൾ അസസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ആവുന്നത്. ഓക്കെ, പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള എല്ലാ മെഷേഴ്സും നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി എർത്ത് കേക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നടക്കുന്നതാണോ? എർത്ത് കേക്ക് ആണോ? ഭൂകമ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതാണ്, അതേപോലെ തന്നെ ഏറ്റവും അപകടകാരി കൂടിയാണ് അല്ലെ. ഭൂകമ്പം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് സംഭവിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്, ഒരു ഡിസാസ്റ്റർ ആണ്. അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോ നമ്മൾ വിചാരിക്കാത്തതിനപ്പുറത്തായിരിക്കുള്ളൂ അതിന്റെ ഇമ്പാക്ട്സുകൾ നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പൊ ഇത് മാത്രം, ഭൂകമ്പം മാത്രമാണ് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് എന്താണ്, പ്രത്യേകിച്ച് ഹ്യൂറിക്കൻ ചുഴലിക്കാറ്റുകൾ, മറ്റ് സൈക്ലോൺ പോലുള്ളവർക്ക് നമുക്ക് എന്താണ് മോർ പ്രെഡിക്റ്റബിൾ ആണ്. നമുക്ക് പിന്നെയും എന്താണ് പ്രെഡിക്റ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് സംഭവിക്കുന്നത് ഈ എർത്ത് കേക്ക് പോലുള്ള ഡിസാസ്റ്റർ ഉണ്ടാവുമ്പോഴാണ് കേട്ടോ. Most deaths in earthquakes are due to crushing injuries occurring immediately or soon after the impact. Additionally, deaths are due to the burns from fires which sometimes break out soon after. In earthquakes, there is a high level of mortality as a result of people being crushed by falling objects. Earthquakes at night are more deadly. During the night, fractures, pelvis, thorax, and spine are common because people are lying in bed. In the daytime, injuries to the arms, legs, collarbone, and skull frequently occur. ഇനി നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പാക്ട് സംഭവിക്കുന്നത് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എർത്ത് ആണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് എന്തിലാണ്, ഈ ഭൂകമ്പത്തിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്ട്സിലാണ് എല്ലാവരും മരണപ്പെടുന്നത്. പ്രത്യേകിച്ച് ക്രഷിംഗ് ആയിട്ടുള്ള ഇഞ്ചുറീസ് സംഭവിക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഇമ്പാക്ട് ആണ് നമുക്കതിൽ സംഭവിക്കുന്നത് അല്ലെ. പെട്ടെന്ന് എന്താണ് ബിൽഡിംഗ് ഒക്കെ കൂടി തകർന്നടിഞ്ഞിട്ട് നമ്മളെല്ലാം അതിനടിയിലേക്ക് പോവാണ് അല്ലെ. അപ്പൊ തന്നെ സഡനായിട്ട് ആൾക്കാർ മരണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ എന്ത് സംഭവിക്കുന്നു, ഡെത്ത് കൂടുക, അതായത് മരണസംഖ്യ കൂടാനായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്, എർത്ത് കേക്ക്സ് തന്നെയാണ് കേട്ടോ. യെസ്. ഇനി അത് മാത്രമല്ല, ഈ എർത്ത് കേക്ക് മൂലം പല രീതിയിലുള്ള ഫയർ എഫക്ട്സുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ, ബേൺസ്, അതായത് തീപിടുത്തങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് എന്താണ്, അതായത് ചില ബിൽഡിങ്സിലൊക്കെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ആയിട്ടുള്ള റോഡ്സിലൊക്കെ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ട് അവിടെയും തീപിടുത്തം ഉണ്ടാവാറുണ്ട്. അങ്ങനെയും എന്താണ് ഒരുപാട് ആൾക്കാർ അവിടെ മരണപ്പെടാറുണ്ട്. ഓക്കെ, യെസ്. ഇനി അപ്പൊ ഏറ്റവും കൂടുതൽ ഹൈ ലെവൽ ഓഫ് മോർട്ടാലിറ്റി കിട്ടും, മരണനിരക്ക് ഏറ്റവും കൂടാൻ കാരണം ഉള്ളൊരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, എർത്ത് കേക്ക് തന്നെയാണ്. ജസ്റ്റ് കേട്ടിരുന്നാൽ മതിയെ നിങ്ങള്. നമുക്കറിയാം എന്താണ്, മുകളിൽ നിന്നുള്ള ഒബ്ജക്റ്റുകളാണ് താഴേക്ക് വീഴുന്നത് അല്ലെ. മുകളിൽ നിന്നുള്ള ഒബ്ജക്റ്റുകൾ താഴേക്ക് വീണിട്ടാണ് ആൾക്കാർക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നൈറ്റ് കേസസിൽ, അതായത് രാത്രി കാലങ്ങളിൽ ഉണ്ടാവുന്ന ഭൂകമ്പങ്ങൾ അല്ലെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഉണ്ടാവുന്ന അപകടങ്ങൾ കൂടുതലും നമ്മളെല്ലാവരും എന്തായിരിക്കും, ഉറങ്ങുകയാണ് അല്ലെ. പ്രത്യേകിച്ച് ബെഡിലായിരിക്കും എല്ലാവരും. ഉറങ്ങുന്ന ഒരു സമയമാണ് രാത്രി കാലങ്ങളിൽ സംഭവിക്കുന്നത്. അപ്പൊ എന്താണ് പെട്ടെന്ന് നമുക്ക് സംഭവിക്കുന്നത്, ആളുകൾക്ക് എന്തായിരിക്കും പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഓൾറെഡി അവര് ബെഡിലായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർക്ക് ആഘാതം സംഭവിക്കും അല്ലെ. യെസ്. എങ്ങനെയാണ് അത്, പ്രത്യേകിച്ച് നമ്മുടെ ഇടുപ്പല്ലുകൾ, പെൽവിസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇടുപ്പിന്റെ ഭാഗം, ഇടുപ്പെന്നല്ല നിങ്ങൾ മലയാളത്തിൽ പറയുന്നത്, ഇടുപ്പല്ല്, പെൽവിസ് കേട്ടിട്ടില്ലേ, ഇടുപ്പല്ല് എന്ന് പറയും അല്ലെ. യെസ്. അതേപോലെ തന്നെ തൊറാക്സ് എന്താണ്, നമ്മുടെ നെഞ്ചിന്റെ ഭാഗം അല്ലെ, തൊറാക്സ് നെഞ്ച്. പിന്നെ സ്പൈൻ എന്താണ്, നട്ടല്. യെസ്. അപ്പോ പെൽവിസ്, തൊറാക്സ്, സ്പൈൻസ്, ഇത്രയും ഭാഗങ്ങൾക്ക് എന്താണ് രാത്രി കാലങ്ങളിൽ സംഭവിക്കുന്ന ഭൂകമ്പങ്ങളില് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അവർ ബെഡിലായതുകൊണ്ട് ഈ 3 ഭാഗങ്ങളിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത്. നമ്മുടെ പെൽവിസിന്, തൊറാക്സിന്, സ്പൈനിന്, ഇത്രയും ഭാഗങ്ങളായിരിക്കും. ഓൾറെഡി ആള് ബെഡിൽ കിടക്കുകയാണ് അല്ലെ. കിടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് സംഭവിക്കുന്നത് ഈ 3 ഭാഗങ്ങൾക്കായിരിക്കും, pelvis, thorax and spine. Underline ചെയ്യാം കേട്ടോ, underline ചെയ്യാം. During the night, fractures of pelvis, thorax and spine are common because of people are lying in bed. Okay. ഇനി ഡേ ടൈമിലാണെങ്കിലോ, ഡേ ടൈമിലാണ് ഭൂകമ്പം ഉണ്ടാവുമെങ്കിലോ, ഇഞ്ചുറീസ് ടു ദാറ്റ് ആംസ്, ലെഗ്സ്, കോളർബോൺ ആൻഡ് സ്കൾ ഫ്രീക്വന്റ്ലി occur. ഏതൊക്കെ ശരീരഭാഗങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത്, അതില് നമ്മുടെ കൈകാലുകള് അല്ലെങ്കിൽ കോളർ ബോൺസ് എന്ന ഈ ഭാഗം കണ്ടിട്ടില്ലേ, കോളർ ബോൺസിന്, അതേപോലെ തന്നെ നമ്മുടെ തലയോട്ടി,
ഇതിനൊക്കെയാണ് പെട്ടെന്ന് ആഘാതം സംഭവിക്കുന്നത്. എല്ലാത്തിനും സംഭവിക്കും, പക്ഷെ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി സംഭവിക്കുന്നത് ഈ ഒരു പ്രത്യേകിച്ച് ഡേ ടൈമില് ആംസിന്, ലെഗ്സിന്, കോളർ ബോണിന്, സ്കള്ളിനൊക്കെയാണ് ഫ്രീക്വന്റ്ലി അപകടങ്ങൾ സംഭവിക്കുന്നത് കേട്ടോ. പകല് രാത്രിയാണെങ്കിൽ എന്താണ് പെൽവിസും തൊറാക്സും സ്പൈനാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാകുന്നത്. ഡേ ടൈമില് ആംസ്, ലെഗ്സ്, കോളർ ബോൺ ആൻഡ് സ്കൾ. ഓക്കെ, അതുകൂടി ഇത് നോട്ട് ചെയ്തേക്കണം കേട്ടോ. മനസ്സിലായോ? യെസ്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ഡെത്തിനും കാരണം എന്താണ്? ഏത് ഡിസാസ്റ്റർ ആണ്? മരണസംഖ്യ കൂടാൻ കാരണമുള്ള ഏറ്റവും ഒരു അപകട സാധ്യത എന്ന് പറയുന്നത് ഭൂകമ്പം തന്നെയാണ് കേട്ടോ. ഏറ്റവും നല്ലൊരു ഇമ്പാക്ട് ആണ് അതിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഈ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്തും നമുക്ക് എന്താണ് ഫയർ പോലുള്ള സിറ്റുവേഷനിൽ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്ന സാധ്യത അതിലും ഏറെ കൂടുതൽ ആൾക്കാരെ മരണപ്പെടാറുണ്ട്. രാത്രി കാലങ്ങളിൽ സംഭവിക്കുന്നതിൽ കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നു. പകലും എന്താണ് സെയിം, അതൊക്കെ തന്നെ പ്രശ്നം. ഓക്കെ, ക്ലിയർ ആണല്ലോ? The priorities of the relief efforts following an acute natural disaster should align with these realities. The immediate response should not await detailed assessment of impact. The effectiveness of the relief effort will depend entirely on a local efforts on how adequately the community is prepared. Okay. അപ്പൊ നമ്മള് ഓരോ ദുരന്തത്തിന് അതിൻ്റെതായ പ്രയോറിറ്റീസ് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഇമ്പാക്റ്റുകൾ നമ്മൾ വിലയിരുത്തുന്നത് അല്ലെ. യെസ്. അപ്പോ എർത്ത് കേക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമുക്കറിയാം എർത്ത് കേക്കിൽ പല അവശിഷ്ടങ്ങളൊക്കെ വീണിട്ട് വ്യക്തിഗതമായിട്ട് എന്താണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിച്ച പേഷ്യൻസ് ആയിരിക്കും അല്ലെങ്കിൽ ആളുകളായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്താണ് രക്ഷപ്പെടുത്താന്ന് പറയുന്നതിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട് അല്ലെ. പ്രത്യേകിച്ച് അതിന്റെ ഇമ്പാക്ട് ഒക്കെ അസസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ലേ ഈ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ദുരന്തം നടന്ന സമയത്ത് ആൾക്കാർ അതിനെ പോയി വിലയിരുത്തുന്നത് അല്ലെ, അസസ് ചെയ്യുന്നത് എവിടേക്കാണ് ആൾക്കാർ വീണ് കിടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ആ ഒരു കുട്ടിയുടെ കൈ പൊന്തിക്കുന്ന കണ്ടിട്ടില്ലേ വീഡിയോ പത്രത്തില്? എവിടെയാണ് അപകടം സംഭവിച്ചത്? സ്ഥലം മറന്നുപോയി, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ പ്ലേസ്? ആ കുട്ടിയുടെ കൈ മാത്രമേ ഉള്ളൂ അല്ലെ, ബാക്കി ശരീരഭാഗങ്ങൾ അടിയിലാണ്. അങ്ങനെ നമ്മൾ പലയിടത്തും അസസ് ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങനെ ഓരോ ശരീരഭാഗങ്ങൾ കാണാം. ചിലപ്പോൾ തല മാത്രമായിരിക്കും, ചിലപ്പോൾ കാല് കാണാം. അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു ഓർഗൻ, ഏതെങ്കിലും ഒരു ശരീരഭാഗങ്ങൾ മാത്രം നമ്മൾ അസസ് ചെയ്യുന്നത് കാണാം. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഇമ്പാക്ട് അസസ് ചെയ്തതിനു ശേഷം ഓരോരുത്തരും നമ്മൾ അതിനകത്ത് നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് എടുത്തുകൊണ്ട് എന്താണ് അതിനകത്ത് റിലീഫ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഓക്കെ, ചില സമയത്ത് ആൾക്കാരെ മരിച്ചിട്ടുണ്ടായിരിക്കാം, ചിലർക്ക് പകുതി ജീവൻ ഉണ്ടായിരിക്കും, ചിലർക്ക് ശരീരഭാഗങ്ങൾ അറ്റ് വീണ ആൾക്കാരായിരിക്കാം. എന്നിരുന്നാൽ പോലും നമ്മൾ അവിടെ കൊടുക്കുന്ന നമ്മുടെ ക്ലാസ്സിൽ വേറെ ആരോ കേറിയിട്ടുണ്ടല്ലോ ഔട്ട്സൈഡ് വേറെ ഒരു സ്മാർട്ട് സ്ട്രീം നമ്മൾ അക്കൗണ്ടിനെ ഇത് ഫേക്ക് ആണല്ലോ. സ്നേഹ പ്രബിൻ എന്ന് പറയുന്ന കുട്ടി നമ്മുടെ ക്ലാസ്സിലല്ലേ? സ്നേഹ ഞാനോടോ അല്ലേ? സ്നേഹ എന്ന് പറഞ്ഞ കുട്ടി ക്ലാസ്സിൽ തന്നെയാണോ? കേൾക്കുന്നില്ല ടീച്ചർ പറയുന്നേ? സ്നേഹ എന്ന് പറഞ്ഞ കുട്ടി നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉള്ളയാണോ? അറിയില്ല. യെസ്. സ്നേഹ ഏത് ബാച്ചാണോ? സ്നേഹ ഏത് ബാച്ചാ? ഒരു ഔട്ട്സൈഡർ എന്ന് പറഞ്ഞ അക്കൗണ്ട് കയറിയത് ഒന്ന് ചോദിച്ചാണ് കേട്ടോ. തന്റെ പേരാണ് ഞാൻ കണ്ടേ. ഓക്കെ. യെസ്. ഓക്കെ, അപ്പൊ ഏതുതരം എഫക്ട് ആണെങ്കിലും നമ്മൾ എഫക്റ്റീവ് ആയ രീതിയിൽ അസസ്മെന്റ്, ഡീറ്റെയിൽ അസസ്മെന്റ് നടത്തിയിട്ടായിരിക്കണം നമ്മൾ എന്താ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ആ അസസ്മെന്റിന്റെ ഭാഗമായിട്ട് ഓരോ ആൾക്കാരെ നമ്മൾ അതിനകത്ത് നിന്ന് രക്ഷപ്പെടുന്നത്. ഇനി എല്ലാ ആൾക്കാരെയും നമുക്ക് ഈ ഭൂകമ്പം നടന്ന ആ ഒരു പ്ലേസിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാറുണ്ടോ? എല്ലാ ആൾക്കാരെയും നമുക്ക് അതിന്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റാറുണ്ടോ? ഒരുപാട് സമയത്തെ പ്രയത്നങ്ങൾക്ക് ശേഷമാണ്
താഴേക്ക് പോയിട്ടുള്ള, അതായത് ഒരുപാട് മണ്ണിന്റെ അടിയിലേക്ക് പോയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. ഓൾറെഡി എല്ലാവരും മരിച്ചിട്ടുണ്ടായിരിക്കും, എന്നാൽ പോലും നമുക്ക് ആ നമ്പർ ഓഫ് ഡെത്ത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി, അതായത് ആ ഒരു ഏരിയയിൽ ഇത്ര ആൾക്കാർ ജീവിച്ചിട്ടുണ്ട് അല്ലെ, ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു ഓൾറെഡി റെക്കോർഡിക്കലി ഉണ്ടായിരിക്കും അല്ലെ. അതിനനുസരിച്ച് നമുക്ക് ആ നമ്പർ ഓഫ് എണ്ണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ കൂടുതലുള്ള ആൾക്കാരായിരിക്കും ഇത്ര ആൾക്കാർ മിസ്സിംഗ് ആണെന്ന് പറയുമ്പോഴാണ് നമ്മൾ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നത് അല്ലെ. അങ്ങനെ കൂടുതലായിട്ട് അസസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാത്രമാണ് നമുക്ക് അതിനടിയിൽ അകപ്പെട്ടിരിക്കുന്ന മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഡീറ്റെയിൽ അസസ്മെന്റിന് ശേഷം ആ ഇമ്പാക്ട് കൃത്യമായിട്ട് വിലയിരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലീഫ് ആക്ടിവിറ്റീസ് എഫക്റ്റീവ് ആയിട്ട് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അത് ഏത് ദുരന്തമാണോ അതിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ റിലീഫ് പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നമ്മൾ അവിടെ കൊടുക്കുന്നത് കേട്ടോ. During this phase, planning may include activation of response mechanism, daily monitoring, ടെക്സ്റ്റ് ഇവിടെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മളെ ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു തരും. നിങ്ങളുടെ PR ഉണ്ടാവില്ല, നിങ്ങൾക്ക് PGക്ക് ഒരു PR ഇല്ലേ, മനസ്സിലെ അവരെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ടെക്സ്റ്റോ ഗൈഡാണോ ടെക്സ്റ്റ് ആണോ ഏതാണ്, അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. Yes. During this phase, planning will include activation of the response mechanism, daily monitoring, updating of response measure if necessary, and coordinating outside assistance. Okay. Yes. രണ്ടും കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ വിളിച്ചാൽ മതി കേട്ടോ. Yes. Okay. ഇവിടെ എന്താ പറയുന്നത്, നമ്മളപ്പോ ഈ ഒരു ഇമ്പാക്ട് ഫേസസിലാണ്, ഇമ്പാക്ട് ഫേസസിലാണ് നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഒരു പ്രാവശ്യം മാത്രമല്ല ഒരു പ്ലേസ് നമ്മൾ അസസ് ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് എന്ത് ചെയ്യണം, അവിടെ കൃത്യമായിട്ട് നമ്മൾ ഡെയിലി മോണിറ്ററിങ് ചെയ്യും. അപ്പോൾ ഡെയിലി മോണിറ്ററിങ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരെ നമ്മൾ കണ്ടെത്തുന്നത്. എന്താണ്, ചിലപ്പോൾ ആദ്യത്തെ ദിവസവും ഇത്ര ആൾക്കാരെ കണ്ടെത്താൻ പറ്റിയെന്നിരിക്കില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും പിന്നീട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ മോണിറ്റർ, ആ ഒരു ഇമ്പാക്ട് നടന്ന പ്ലേസ് നമ്മൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഭാഗമായിട്ട് ഓരോരോ സാമഗ്രികളൊക്കെ മാറ്റിയതിനു ശേഷമായിരിക്കും ചിലപ്പോൾ എന്ത് കിട്ടുന്നത്, ചില ആൾക്കാർ ചിലപ്പോൾ ഡെഡ് ബോഡീസ് വരെ ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും. ഓക്കെ, അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിർബന്ധമായിട്ടും ഈ ഒരു ഫേസിൽ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് അസസ്മെന്റ് ചെയ്യാനായിട്ടും ഡെയിലി മോണിറ്ററിങ് ചെയ്യാനായിട്ടും ആവശ്യപ്പെടുന്നത് കേട്ടോ. യെസ്, അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ഇമ്പാക്ട് ഫേസ് ആണ് അല്ലെ. ഒരു ദുരന്തം നടന്നതിന് ശേഷമുള്ള ഘട്ടമാണോ ഇത്, ആണോ? ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്തും അതിന് തൊട്ട് മുമ്പുള്ള ഒരു ഘട്ടവും കൂടിയാണ് ഇമ്പാക്ട് ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്, സംഭവിക്കുന്ന ഘട്ടം. അത് ഓരോന്നിന്റെയും തീവ്രത, ഓരോ ഡിസാസ്റ്ററിന്റെയും ടൈപ്പ്, തരം അനുസരിച്ചിട്ടാണ് ഇതിന്റെയൊക്കെ എഫക്ട്, ഇമ്പാക്ട് ഉണ്ടാവുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ അതില് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ എർത്ത് ആയതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മളിവിടെ പഠിച്ചത് കേട്ടോ. ഇനി പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് എന്തായിരിക്കും? പോസ്റ്റ് ഇമ്പാക്ട് ഫേസ്, this phase may vary between a few days and several months following the initial impact after the disaster. അല്ലെ, പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് എന്ന് പറയുന്നത് ഡിസാസ്റ്ററിന് ശേഷമുള്ള ഘട്ടമാണ് അല്ലെ. യെസ്, ഇത് ഏകദേശം ഒരു മാസം കഴിഞ്ഞാൽ പോലും, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ പോലും എന്താണ് ഇതിന്റെ ഇമ്പാക്ട് അവിടെ അവസാനിക്കുന്നില്ല അല്ലെ. ചിലപ്പോൾ നമ്മൾ കുറെ മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും എന്താണ് ഏതെങ്കിലും ഒരു പ്രദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്താണ് ചിലപ്പോൾ ചില മനുഷ്യരുടെ ഓർഗൻസ് ലഭിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അവയവങ്ങളൊക്കെ മുറിഞ്ഞു കിടക്കുന്നതൊക്കെ നമുക്ക് ചിലപ്പോൾ കാണാം. നഖങ്ങള്, ഇപ്പൊ നമ്മള് എന്താണ് നമ്മുടെ വയനാട് ചൂരൽമലയിലെ അപകടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചൂരൽമലയിലെ ആ സമയത്ത് ഒരു എന്താ കിട്ടിയല്ലോ, കുറെ ദിവസം കഴിഞ്ഞിട്ട് ഒരു അവയവം കിട്ടിയാലും ഓക്കെ, അതായത് ചിലപ്പോ ബോഡി പാർട്സ് ലഭിക്കും, അത് ചിലപ്പോ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത് അല്ലെ. യെസ്, അതായത് ഏറ്റവും വലിയ ഇമ്പാക്ട് നടന്നിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആണെങ്കിൽ ഇങ്ങനെ പലയിടങ്ങളിലായിട്ടായിരിക്കും മനുഷ്യന്റെ ബോഡീസ് ചിതറിക്കിടക്കുന്നത്. ചിലപ്പോൾ കുറെ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷമായിരിക്കും നമുക്ക് ബോൺസ് ആണെങ്കിൽ എല്ലുകളായിരിക്കും, എല്ല് കഷ്ണങ്ങളായിരിക്കാം കിട്ടുന്നത്, ഏതെങ്കിലുമൊക്കെ ശരീരഭാഗങ്ങൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പൊ പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെയും അസസ്മെന്റ് നടത്തുന്നുണ്ട്. ഇമ്പാക്ട് അതായത് ദുരന്തത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ പറഞ്ഞ ഏരിയാസ് എല്ലാം തന്നെ നല്ല രീതിയിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
The following actions will be required during this phases. അപ്പോൾ ഈ ഒരു ഫേസസിൽ നമ്മൾ എടുക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ആക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ സ്വീകരിക്കേണ്ടതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. Evacuating the survivors to safe areas and providing shelters to the homeless. Evacuating the survivors to safe areas and providing shelters to the homeless. യെസ്, പോസ്റ്റ് ഇമ്പാക്ട് ഫേസിൽ എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും ഇരിക്കുന്നത്, സർവൈവേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. ആ ദുരന്തത്തിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ എന്താണ് ആദ്യം കൊടുക്കേണ്ടത്? പ്രത്യേകിച്ച് വീടുകൾ, സ്വന്തമായിട്ടുള്ള എല്ലാ വീടുകളും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അവരെ സേഫ് ആയിട്ട് നമ്മൾ മാറ്റുക, അവർക്ക് ഷെൽട്ടർ ആണ് കൊടുക്കേണ്ടത് അല്ലെ. യെസ്, അപ്പൊ സർവൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സേഫ് ഏരിയാസിലേക്കും സേഫ് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് അവരെ നമ്മൾ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നമ്മൾ അവരെന്താണ് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് അവരെ മാറ്റുക. ഓക്കെ, പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് വാട്ടർ. പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് വാട്ടർ എന്താണ്? ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ലഭ്യമാക്കുക അല്ലെ. ആവശ്യമായിട്ടുള്ള ഭക്ഷണ പാനീയങ്ങൾ ലഭ്യമാക്കുക. Then continue the triage and transportation of the injured to appropriate facilities. Continuing triage and transportation of the injured to appropriate facilities. Yes, ഇതെന്താ പറയുന്നേ? Continuing triage and transportation. നമ്മളെ പരിക്കേറ്റ ഉചിതമായിട്ടുള്ള സ്ഥാനത്തേക്ക്, പ്രത്യേകിച്ച് ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എന്താണ് ട്രയേജ് പ്രക്രിയ എപ്പോഴും തുടരേണ്ടതുണ്ട് അല്ലെ. ആ പേഷ്യൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ട സിറ്റുവേഷൻ തന്നെയാണ്. കാരണം പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് സംഭവിച്ചവരായിരിക്കും അല്ലെ. അവരുടെ ഏതൊക്കെ രീതിയിലാണ് അവർ ഇഞ്ചുറീസ് സംഭവിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ആ പ്രയോറിറ്റി അനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പരിക്കേറ്റവർ ഉചിതമായിട്ടുള്ള സൗകര്യങ്ങളിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ മാറ്റുക. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും നമ്മൾ അറേഞ്ച് ചെയ്യുക. അത് ഏത് ഫേസിലാണ് ചെയ്യുന്നത്? പോസ്റ്റ് ഇമ്പാക്ട് ഫേസസിലാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, then establishing primary healthcare services. Re-establishing primary healthcare services. എന്താണ് primary healthcare services ഉള്ളത്? പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ സംവിധാന സേവനങ്ങൾ നമ്മൾ പുനഃസ്ഥാപിക്കണം അല്ലെ. അവിടെ ചിലപ്പോൾ ഹോസ്പിറ്റൽസ് വന്ന് ചിലപ്പോൾ തകർന്നു പോയിട്ടുണ്ടാവാം. എന്നിരുന്നാൽ പോലും ഫസ്റ്റ് എയ്ഡ് അല്ലടോ, ഫസ്റ്റ് എയ്ഡ് അല്ല. പ്രൈമറി ഹെൽത്ത് സർവീസ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ടെന്റ് ഒക്കെ കെട്ടി ചെയ്യാന്ന് കണ്ടിട്ടില്ല. ടെന്റുകൾ അല്ലെങ്കിൽ ചെറിയ ഏരിയാസ് മാത്രമായിട്ട് മാറ്റിയിട്ട് അവിടെ എന്താ പറയാ പ്രൈമറി ഹെൽത്ത് കെയർ സർവീസസിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വേണ്ട മെഡിക്കേഷൻസ്, ട്രീറ്റ്മെന്റ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ. യെസ്, അതിന് വേണ്ടിയിട്ട് പ്രൈമറി ആയ അതായത് ഒരു ഹെൽത്ത് കെയർ സർവീസസ് നമ്മൾ പുനഃസ്ഥാപിക്കണം, റീഎസ്റ്റാബ്ലിഷ് ചെയ്യണം. ഓക്കെ, യെസ്, പ്രാഥമിക ആരോഗ്യ സേവനങ്ങളെ പുനഃസ്ഥാപിക്കുക. Then re-establishing sanitary measures to prevent outbreak of epidemics. Re-establishing sanitary measures to prevent outbreak of epidemics. എന്നാണ് ആ പോയിന്റിൽ പറയുന്നത്. വായിച്ചു നോക്കിയേ. Re-establishing sanitary measures to prevent outbreak of epidemics. എന്താണ്? ഇപ്പൊ നമുക്ക് ഈ ഒരു ദുരന്തം സംഭവിച്ചുകൊണ്ട് പല രീതിയിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത അല്ലെ, പല പകർച്ചവ്യാധികൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സുകൾ നമ്മൾ സ്വീകരിക്കുക അല്ലെങ്കിൽ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുക. പകർച്ചവ്യാധികൾ പടരുന്നത് തടയാനായിട്ടുള്ള എന്താണ് ശുചീകരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാനിറ്ററി മെഷേഴ്സ് നമ്മളവിടെ കൊണ്ടുവരാം. ഇത്രയും സംഭവ വികാസങ്ങൾ സംഭവിച്ചുകൊണ്ടെന്നാണ് പല രീതിയിലുള്ള പകർച്ചവ്യാധികൾ വരാനുള്ള സാധ്യത അല്ലേ. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുന്ന തരത്തിലുള്ള സാനിറ്ററി മെഷേഴ്സ് നമ്മൾ പോസ്റ്റ് ഇമ്പാക്ട് ഫേസസിൽ സ്വീകരിക്കും കേട്ടോ. ഓക്കെ, ഒന്നുകൂടി നോക്കിയത് പോസ്റ്റ് ഇമ്പാക്ട് ഫേസസിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, സർവൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ സേഫ് ആയിട്ടുള്ള പ്രദേശങ്ങൾ, സേഫ് ആയിട്ടുള്ള ഇടങ്ങളിലേക്ക് അവരെ മാറ്റി അവർക്ക് വേണ്ട ഷെൽട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുക. പിന്നെന്താണ് ട്രയേജ് നമ്മൾ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് അല്ലെ. പ്രത്യേകിച്ച് പ്രയോറിറ്റി അനുസരിച്ച് ഇൻജേർഡ് ആയിട്ടുള്ള പീപ്പിൾസിനെ നമ്മൾ നല്ല ഫെസിലിറ്റീസ് കൊടുത്ത് അവരെ എന്ത് ചെയ്യണം? വേണ്ട രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രയോറിറ്റീസ് കൊടുക്കുക. റീഎസ്റ്റാബ്ലിഷിംഗ് പ്രൈമറി ഹെൽത്ത് കെയർ സർവീസസ്. പ്രാഥമികമായിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസസുകൾ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷൻസിൽ പകർച്ചവ്യാധികൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സാനിറ്ററി മെഷേഴ്സുകൾ നമ്മൾ സ്വീകരിക്കും. ഓക്കെ, മനസ്സിലായോ? വായിച്ചു നോക്കി, അയച്ചു നോക്കാം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്സ്.
യെസ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ എന്താണ് ഡിസ്ഓർഡേർഡ് ആയിട്ടുണ്ട് അല്ലെ, ഡിസോർഡേർഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത് അല്ലെ. ഒരു ദുരന്തത്തിന് ശേഷം, ദുരന്തത്തിന് മുൻപും അതായത് ആഫ്റ്ററും ബിഫോറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാലോ. യെസ്. അതിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ ഇപ്പൊ ഫസ്റ്റ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞതുപോലെ തന്നെ പല രീതിയിലുള്ള ഡിസീസസ് ആണ് ആദ്യം ഉണ്ടാവാൻ പോകുന്നത് അല്ലെ. പല രീതിയിലുള്ള പകർച്ചവ്യാധികളാണ് ആദ്യം തന്നെ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, പല പല കാരണങ്ങൾ കൊണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു ഡിസാസ്റ്ററിന് ശേഷം ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ ആ ഒരു എന്താണ് ക്ലീനിങ്, അതല്ലെങ്കിൽ ശുചിത്വം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ദുരിതത്തിന് ശേഷം ആ ഒരു ശുചിത്വം പുനഃസ്ഥാപിക്കാനുള്ള മെഷേഴ്സ് ആണ് നമ്മൾ ഇവിടെ സ്വീകരിക്കേണ്ടത്. ഓക്കെ, the destruction of sanitary and sewage facilities due to disaster leads to indiscreet disposal of liquid and solid waste and excreta, creating the insanitary condition, adding to the problem. Health consequences in this situation usually manifest in the form of food and waterborne diseases. The effect on health facilities and health manpower, which are also affected by a disaster, severely hinder the immediate mobilization of medical and public health service. അപ്പൊ നമ്മള് ദുരന്തത്തിന് ശേഷം ആ ഒരു ഏരിയയില് ആ ഒരു ശുചിത്വം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്താണ് കുറച്ച് മെഷേഴ്സുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അല്ലെ. ഓൾറെഡി എന്താണ് നമുക്കറിയാം, ദുരന്തം മൂലം മറ്റെല്ലാ സാനിറ്ററി മെഷേഴ്സ് എല്ലാം തന്നെ താറുമാറായി കിടക്കുന്നത്. എല്ലാ ശുചിത്വ സംവിധാനങ്ങളും പ്രത്യേകിച്ച് എല്ലാ സാനിറ്ററി ഐറ്റംസും സാനിറ്ററി ഇടങ്ങളെല്ലാം തന്നെ എന്താണ് ഓൾറെഡി ഡിസോറിയന്റഡ് ആയിട്ട് കിടക്കണം അല്ലെ. പല രീതിയിലുള്ള വേസ്റ്റസുകളൊക്കെ അടിഞ്ഞുകൂടി തന്നെ എന്താണ് മാലിന്യവും ക്രമരഹിതമായിട്ടുള്ള ജലമൊക്കെ അടിഞ്ഞുകൂടി ആ ഒരു ഏരിയ തന്നെ നമുക്ക് എന്താണ് ഏറ്റവും മോശമായിട്ടുള്ള കണ്ടീഷൻസിലായിരിക്കും ഇത് കിടക്കുന്നത് അല്ലെ. മലിനമായിട്ടുള്ള ഓൾറെഡി ഇത് പൊല്യൂട്ടഡ് ആയിട്ടുണ്ടാവും ഒരു ഏരിയ. അപ്പോ ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണ് എന്ത് സംഭവിക്കുന്നത്, പല രീതിയിലുള്ള ഡിസീസസ് ഉണ്ടാവാനുള്ള കാരണമായേക്കാം അല്ലെ. അപ്പൊ നമ്മുടെ ആളുകൾ ബാക്കി സർവൈവ് ചെയ്തിരിക്കുന്ന മറ്റാൾക്കാരെയും കൂടിയാണ് അത് ബാധിക്കുന്നത്. അപ്പൊ അത്തരത്തില് പ്രോബ്ലംസ് ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെഷേഴ്സ് അവിടെ സ്വീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയാണ് പരിസരം വൃത്തിയായിട്ട് അവിടെ സൂക്ഷിക്കാനുള്ളത്, അല്ലെങ്കിൽ പരിസരം ശുചീകരിക്കുക എന്നൊരു മെത്തേഡ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം സിറ്റുവേഷൻസ്, ഇങ്ങനെ മലിനമായിട്ട് കിടക്കുന്ന സിറ്റുവേഷൻസിലാണ് നമുക്ക് ഫുഡ് ആൻഡ് വാട്ടർബോൺ ഡിസീസസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് ഈ മലിനമായിട്ടുള്ള പല സിറ്റുവേഷൻസിൽ നിന്നാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന അസുഖങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, ഓൾറെഡി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ആ ഏരിയാസിൽ നിന്നുമാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഫുഡ് ആൻഡ് വാട്ടർബോൺ ഡിസീസസ്, അതായത് ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന അസുഖങ്ങളുണ്ട് അല്ലെ. അപ്പൊ അത്തരം അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി മാത്രമായിട്ട് അപ്പൊ ചിലപ്പോ ഇതുമൂലം നമ്മുടെ ഹെൽത്ത് കെയർ സംവിധാനങ്ങൾക്ക് തന്നെ എന്താണ് അപകടങ്ങൾ സംഭവിച്ചേക്കാം. ഓൾറെഡി അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എല്ലായിടത്തേക്കും അതെന്താണ് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യുന്ന അഫക്റ്റഡ് ഏരിയാസിലേക്ക് പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലുള്ള മെഷേഴ്സ് ആയിരിക്കണം പിന്നീട് നമ്മൾ ആ ഒരു ഡിസാസ്റ്ററിന് ശേഷം നമ്മൾ അവിടെ എടുക്കേണ്ടത്. പ്രത്യേകിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വാഷ് ഡൗൺ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ആയിരിക്കണം നമ്മൾ ഓൾറെഡി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആ സമയത്ത് നമുക്കറിയാം ഇപ്പൊ ആരോഗ്യ പ്രവർത്തകർ തന്നെ ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവും അല്ലെ. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ എണ്ണം തന്നെ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. യെസ്, അപ്പൊ അവിടെ ആൾക്കാരുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള എന്താണ് പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിക് ഹെൽത്ത് സർവീസസ് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പബ്ലിക്കിന്റെ ഹെൽത്ത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളും തന്നെ അവിടെ പുനഃസ്ഥാപിക്കുക, റീബിൽഡ് ചെയ്യാനാണ് അതിനുശേഷം, അതായത് ഡിസാസ്റ്ററിന് ശേഷമുള്ള ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അപ്പൊ പൊതുജന ആരോഗ്യമാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ കോൺസിക്വൻസസിന് ശേഷം, അതായത് കോൺസിക്വൻസ് എന്ന് പറഞ്ഞ ഡിസീസസ് ആണ് നമ്മൾ സംഭവിച്ചിരിക്കുന്നത് അല്ലെ. ഇത്തരം സിറ്റുവേഷൻസിൽ നിന്ന് എന്താണ് ഭക്ഷണത്തിൽ നിന്നും ജലത്തിൽ നിന്നുള്ള അസുഖങ്ങൾ പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ആയിരിക്കണം നമ്മൾ ഈ ഒരു ഘട്ടത്തില്
കൂടുതലായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് മെഷേഴ്സുകൾ സ്വീകരിക്കേണ്ടത്. ഓക്കെ, അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് ഇനി ആരുടെ ജീവനാണ്, നമ്മൾ പബ്ലിക് ഹെൽത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ്, സുരക്ഷിതമായിട്ടുള്ള കുടിവെള്ളവും ജലവും ഒക്കെ ലഭ്യമാകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഭക്ഷണവും, അതായത് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഫുഡും വാട്ടർ സപ്ലൈസ് ഒക്കെ ലഭ്യമാവുന്ന രീതിയിലുള്ള പുതിയ സംവിധാനങ്ങൾ നമ്മൾ ഡിസാസ്റ്ററിന് ശേഷം നമ്മൾ എന്താണ് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്ന രീതിയിലുള്ള മെഷേഴ്സ് അവിടെ സ്വീകരിക്കും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞ, ഒരു ദുരന്തം കഴിഞ്ഞാലാണ് നമ്മുടെ ഏരിയ മൊത്തത്തില് മലിനമാകുന്നത്. ആ മലിനീകരണം തടയേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പല അസുഖങ്ങളും നമ്മളെ ബാധിക്കും, അതിൽ കൂടുതൽ മരണങ്ങൾ പിന്നെയും സംഭവിക്കും. അപ്പൊ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സുകൾ സ്വീകരിക്കണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. ക്ലിയർ? യെസ്, അപ്പൊ നമ്മള് എല്ലാ ഫേസസും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. എത്ര ഫേസസ് ഉണ്ടായിരുന്നു? കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് വരെയാണ് പറഞ്ഞത്. റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫേസ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 4 ഫേസസിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത്. ഇനി റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്? റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താ? പുനഃസ്ഥാപനമാണ് അല്ലെ? യെസ്, പുനരധിവാസം അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുക. എന്ത് പുനഃസ്ഥാപിക്കുക? പബ്ലിക് ഹെൽത്ത് പിന്നെയും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം അല്ലെ? എല്ലാ സംവിധാനങ്ങളും, നശിച്ചു പോയിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മളവിടെ റീബിൽഡ് ചെയ്യേണ്ട അവസ്ഥയാണ് എന്ത് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പരിമിതമായിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. ആ ഒരു സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ റിസോഴ്സുകൾ നശിച്ചിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും ബാക്കിയുള്ള അല്ലെ, നമുക്കിനി കൊണ്ടുവരാൻ പറ്റുന്ന പരിമിതമായ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യും? അതിങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ആരംഭിക്കും. ഓക്കെ, അതിന്റെയൊക്കെ ഈ റീകൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കുറെ ഓഫേഴ്സ് ഒക്കെ വരുന്നത്. സ്പോൺസർഷിപ്പിലൊക്കെ ഒരുപാട് മെറ്റീരിയൽസ്, ഇപ്പൊ നമ്മള് അന്ന് ഫ്ലഡ് ഉണ്ടായപ്പോ സാനിറ്ററി പാഡ്സുകളെ, ഫുഡ് ഐറ്റംസ് കുറെ ആൾക്കാർ ഇങ്ങനെ നമുക്ക് സ്പോൺസർഷിപ്പിൽ കൊണ്ടുവന്ന് ഓർക്കുന്നുണ്ടല്ലോ ക്യാമ്പുകളിലേക്കൊക്കെ. യെസ്, അതെല്ലാം റീകൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിനെ വീണ്ടെടുക്കുന്ന പ്രക്രിയയാണ് അല്ലെ? അതായത് ആ തകർന്നു പോയ ഒരു സംഭവം, തകർന്നു പോയ രീതി നമ്മുടെ രണ്ടാമത്തെ റീബിൽഡ് ചെയ്യുന്ന സിറ്റുവേഷൻ. അപ്പൊ അതിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ്, ഓൾറെഡി ഹെൽത്ത് കെയർ സംവിധാനങ്ങൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ പോലും അതിനെ കോറിലേറ്റ് ചെയ്യുന്ന മറ്റ് അതോറിറ്റീസ് ഉണ്ടായിരിക്കും, മറ്റ് സ്പോൺസേഴ്സ് ഉണ്ടായിരിക്കാം, മീഡിയ ഉണ്ടായിരിക്കും. ഇവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ പുനഃസ്ഥാപിക്കുന്നത് കേട്ടോ. യെസ്, അപ്പോ ഈ പോസ്റ്റ് ഇമ്പാക്ട് ഫേസസിൽ ഈ പോയിന്റ്സുകൾ ഒന്ന് നോക്കണം കേട്ടോ. ഈ പോയിന്റ്സ് പഠിക്കണം. വേറെ പിന്നെ എർത്ത് കേക്കുമായി ബന്ധപ്പെട്ടുള്ള ആഫ്റ്റർ എഫക്ട്സില് ഡേ ടൈമിലും നൈറ്റ് ടൈമിലും വരുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക കേട്ടോ. എന്തൊക്കെയാണ് അപകട സാധ്യത അതിൽ കൂടുതൽ വരുന്നത് നോക്കാം കേട്ടോ. നമ്മുടെ ജനറൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞ ഭാഗമാണ് നോക്കുന്നത്. ജനറൽ കൺസിഡറേഷൻസ്. എന്താണ് ജനറൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത്? അറിയാമോ? പ്രത്യേകിച്ച് ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ നമ്മള് പരിഗണന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരിഗണന ഉള്ള ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഏതാണ്? അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു വിഭാഗം ഏതാണ്? ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഭാഗം ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു മെയിൻ വർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ് ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത്? നിങ്ങൾ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളിപ്പോ ഏത് കോഴ്സാണ് പഠിപ്പിക്കുന്നത്? ഏത് കോഴ്സാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ PG അല്ലെ? ഓക്കെ, അപ്പോ ഈ ഒരു സിറ്റുവേഷൻസിൽ ഏറ്റവും കൂടുതൽ ഒരു ഡിസാസ്റ്റർ നടക്കുന്നത് ആവശ്യമായിട്ടുള്ള ഒരു വർക്കിംഗ് സിസ്റ്റം ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ? അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമൽ വർക്കിംഗ് അവേഴ്സ് അല്ല, വർക്കിംഗ് സിറ്റുവേഷൻ അല്ല എന്ത് സംഭവിക്കുമ്പോൾ നടക്കുന്നത്, ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് നടക്കുന്നത് അല്ലെ? അതായത് നോർമലി ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത്
നോർമലി നമുക്കറിയാം അല്ലെ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. മെഡിക്കൽ സിസ്റ്റം, ക്ലിനിക്കൽ സിസ്റ്റം ഒക്കെ നമുക്കറിയാം. പക്ഷെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇതേ ഓർഡറിൽ തന്നെയാണ് ഹോസ്പിറ്റലിലെ പ്രവർത്തന സമയത്ത് നടക്കുന്നത്? അല്ല. എന്തുകൊണ്ടാണ് അതിന്റെ ആ പ്രവർത്തനം വർക്കിംഗ് സിസ്റ്റത്തിൽ മാറ്റം വരുന്നത്? പേഷ്യൻസിന്റെ ഓവർഫ്ലോ മൂലം അല്ലെ. എമർജൻസി സിറ്റുവേഷൻ ആണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ആ എമർജൻസി സിറ്റുവേഷൻസിൽ ഹോസ്പിറ്റൽ നോർമൽ സിസ്റ്റത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അതായത് പെട്ടെന്നാണ്, അത് സഡൻ ആയിട്ട് നടക്കുന്ന ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് ആ സിസ്റ്റത്തിൽ എന്ത് വരുന്നത്, ഒരുപാട് വേരിയേഷൻസ് വരുന്നത്. അതായത് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും, അതായത് ഹോസ്പിറ്റൽ A to Z ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയുണ്ടോ എല്ലാ വിഭാഗങ്ങളും ഓൾറെഡി പ്രിപ്പയർഡ് ആവേണ്ടതും സജ്ജമാവേണ്ടതുമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ മെഡിക്കൽ കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെഡിക്കൽ കെയർ വിഭാഗം നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽസ് ആണ് ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അതായത് നോർമൽ വർക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഏറ്റവും മാറി, നമുക്കറിയാം ഒരേ സമയം അറ്റ് എ ടൈമിൽ തന്നെ എത്രയോ പേഷ്യൻസിനാണ് ഒരേ സമയം നമ്മൾ കൊണ്ടുവരുന്നതും ട്രൈ ചെയ്യുന്നതും അല്ലെ. അപ്പൊ അവരുടെ നോർമൽ വർക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ടൊരു ദിവസമായിരിക്കും അന്ന് ആ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത്, അതായത് എമർജൻസി സിറ്റുവേഷൻസിൽ ഒരു ഹോസ്പിറ്റൽ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. ആ ഒരു സമയത്ത് നമ്മൾ എല്ലാ പ്രൊഫഷണൽ ക്വാളിറ്റീസും സ്കില്ലുള്ള എല്ലാ ഡോക്ടേഴ്സും അവിടെ അവൈലബിൾ ആയിരിക്കണം, എല്ലാ പേഴ്സണൽസ് അവൈലബിൾ ആയിരിക്കണം, എല്ലാ റിക്വയർമെന്റ്സും റെഡി ആയിരിക്കണം, എല്ലാ എസെൻഷ്യൽ സപ്ലൈസസ് ലഭ്യമായിരിക്കണം. എല്ലാ റിസോഴ്സസും ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ലഭ്യമാകേണ്ട ഒരു സമയം കൂടിയാണ് എന്താ എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് ഡിസാസ്റ്റർ പോലുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഈ ഒരു ഡിസാസ്റ്ററിന് നമ്മൾ ആദ്യം മുതലേ പ്രിപ്പയർനെസ് അഥവാ പ്ലാനിങ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ മോക്ക് ഡ്രില്ലൊക്കെ പഠിച്ച് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഹൈപ്പോത്തറ്റിക്കൽ മോക്ക് ഡ്രില്ല്. എന്തിനു വേണ്ടിയിട്ടാണ് ഹൈപ്പോത്തറ്റിക്കൽ മോക്ക് ഡ്രില്ല് നമ്മൾ പഠിച്ചത്? സ്റ്റാഫുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഹൈപ്പോത്തറ്റിക്കൽ മോക്ക് ഡ്രിൽസുകൾ പഠിച്ചത്? ആ സാങ്കല്പികമായിട്ടുള്ള ആ ഒരു മോക്ക് ഡ്രിൽസ് പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്? ഇത്തരം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് നമുക്ക് ഓൾറെഡി എന്താണ് അവിടെ പകച്ചു നിൽക്കാൻ പറ്റില്ല അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഓൾറെഡി ഒരു മോക്ക് ഡ്രിൽസുകൾ പ്രൊവൈഡ് ചെയ്ത് അവരെ പ്രിപ്പയർഡ് ആക്കി നിർത്തുന്നത്. ഓക്കെ. അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഹോസ്പിറ്റൽ സിസ്റ്റത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ജനറൽ കൺസിഡറേഷൻ ഭാഗത്തിൽ വരുന്നത്. ഏതൊക്കെ ഓഫീസേഴ്സ് ആണ് ഇതിൽ പ്രിപ്പയർഡ് ആവേണ്ടത്, എന്തൊക്കെ സപ്ലൈസസ് ആവശ്യമാണ്, ഏതൊക്കെ പേഴ്സണൽസ് ആയിരിക്കണം ഇതിൽ അവൈലബിൾ ആവേണ്ടത് എന്നുള്ള ഭാഗങ്ങളാണ് ഈ ഒരു ജനറൽ കൺസിഡറേഷൻസിൽ വരുന്നത് കേട്ടോ. അത് ഞാൻ നാളെ എടുക്കുന്നുള്ളൂ. ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്യട്ടെ. ഒരു മിനിറ്റ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. നിങ്ങളിപ്പോ മൊഡ്യൂള് 5 ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഏതെങ്കിലും ടീച്ചേഴ്സ് പെൻഡിങ് ഉണ്ടോ? മൊഡ്യൂൾ 5 എല്ലാം കംപ്ലീറ്റ് അല്ലേ? കംപ്ലീറ്റ് ആണ്. ഇനി 7th മൊഡ്യൂളിലേക്ക് മിസ് മാത്രമല്ലേ പോയിട്ടുള്ളൂ? 7th മൊഡ്യൂളിലേക്ക് എന്താ മിസ്സസ് അവരൊക്കെ തുടങ്ങിയോ? 7th മൊഡ്യൂള് തുടങ്ങി. അപ്പൊ ഞാൻ മാത്രമാണോ 6ലുള്ളത്? ഞാൻ മാത്രമാണോ ദൈവമേ 6ലുള്ളത്? രമ്യാമിസ് ഉണ്ട്. ഒരു രമ്യാമിസ് PG ഉണ്ടല്ലേ? ശരിയാണ്. രമ്യാമിസ് ആണ് 8ാമത്തെ ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? 8ാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? നമുക്ക് എത്താം. നമുക്കിനി 7th മൊഡ്യൂളില് 2 ചാപ്റ്റർ ഉണ്ട് കേട്ടോ. ജനറൽ ടേംസും പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. നമ്മുടെ HMS നിങ്ങൾ പഠിച്ചു നോക്കുന്നില്ല? HMIS ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ ഡിപ്ലോമ പഠിച്ച അതിന്റെ വേറൊരു എക്സ്റ്റൻഷൻ ഭാഗമാണിത്. പക്ഷെ അതാണ് ഏറ്റവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ കേട്ടോ. ഈ പഠിക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ട് അതായിരിക്കുള്ളൂ. അപ്പൊ ഞാൻ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് അതാ എടുക്കുള്ളൂ കേട്ടോ. അതിനുശേഷം 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുള്ളൂ. സാധാരണ 8 എടുത്തിട്ടാണ് ഏറ്റവും ലാസ്റ്റ് എടുക്കാറുള്ളത് ആ ചാപ്റ്ററാണ്. പക്ഷെ അത് നേരത്തെ എടുത്ത് തീർക്കുക. അപ്പൊ അത്രയും ബാധ്യത ഒഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ഇനി പിള്ളേരെ ഈ കൺസിഡറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സോർട്ടിംഗ് പ്രക്രിയയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് 4 കാറ്റഗറീസ് ആയിട്ടാണ് പേഷ്യൻസിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത്. കാറ്റഗറി 1, 2, 3, 4 പഠിച്ച ഓർമ്മയില്ലേ?
പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുന്നതിന്റെ കാറ്റഗറി എന്തൊക്കെയാണെന്ന് അല്ലെ? ഏതൊക്കെയാണ്? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്, ഡിലൈഡ് ട്രീറ്റ്മെന്റ്, മിനിമൽ ട്രീറ്റ്മെന്റ്. ഇതിൽ നമ്മൾ മൂന്നെണ്ണമാണ് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കുന്നത് കേട്ടോ. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചും ഡിലൈഡ് ട്രീറ്റ്മെന്റും മിനിമൽ ട്രീറ്റ്മെന്റ്. ഇതിന്റെയൊക്കെ പ്രയോറിറ്റി എത്രയൊക്കെയാണ് നമ്മൾ ഡിപ്ലോമയിലും പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ പോർഷൻസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അതിൽ നമ്മൾ ഓരോ കാറ്റഗറി 1 വരുന്ന കണ്ടീഷൻസ് പഠിച്ചിരുന്നു അല്ലെ? ഏതെങ്കിലും കണ്ടീഷൻ ഓർമ്മയുണ്ടോ? കാറ്റഗറി 1 വരുന്ന ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കണ്ടീഷൻ ഏതാണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സിവിയർ ബെൻ. വെരി ഗുഡ്. വേറെ ഒരെണ്ണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് ഹീമോതൊറാക്സ്, ന്യൂമോതൊറാക്സ്. ഓർമ്മയുണ്ടോ? യെസ്. പിന്നെ ഏതായിരുന്നു? ഹീമോതൊറാക്സ്, ന്യൂമോതൊറാക്സ്. പിന്നെന്താ? ഒരെണ്ണം പറയൂ. ക്രിട്ടിക്കലി നമ്മൾ കാറ്റഗറി ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കാറ്റഗറി 1 ഒരു സിറ്റുവേഷൻ ഏതായിരിക്കും? ക്രിട്ടിക്കൽ ഇഞ്ചുറീസ്. ഓക്കെ. അതല്ലാതെ വേറെ കൂടി പഠിച്ചിട്ടുണ്ടാ? ബ്ലീഡിങ്. പിന്നെ ഏതാണ്? ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം പഠിച്ച ഓർമ്മയുണ്ടോ? ഹൈപ്പോവോളമിക് ഷോക്ക് കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം മൂലം, ഹൈഡ്രേഷൻ മൂലം രക്തം അമിതമായിട്ട് രക്തം നഷ്ടപ്പെടുന്നുണ്ടാവുന്ന സിറ്റുവേഷൻ. യെസ്. പിന്നെ കാഷ്വാലിറ്റി സഫറിങ്. അതൊക്കെയാണ് കാറ്റഗറി 1 വരുന്നത് കേട്ടോ. പിന്നെ 2 ഏതൊക്കെയാണ്? 2 വരുന്നത് 40% ചാൻസസ് ആണ് 2 വരുന്നത് അല്ലെ? നോക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ട്രയേജ് കഴിഞ്ഞാൽ പിന്നെ ട്രയേജ് എളുപ്പമായിരിക്കും. പിന്നെ കുറച്ച് മനസ്സിലാവും. യെസ്. ഇത്ര എടുത്ത ഭാഗങ്ങൾ ഒന്ന് നോക്കിയിട്ട് വരണേ. എന്നാൽ കൺസിഡറേഷൻ നാളെ ഒന്നുകൂടി എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you. Have a nice day. Okay, Rashidi, thank you.